ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡീഷൻ റിയാക്ഷനാണ്. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന കോമ്പൗണ്ടുകളാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അപ്പോൾ ഇതെന്താണ്? ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അപൂരിത ഹൈഡ്രോ കാർബണാണ്. ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ ആഡ് ചെയ്യാണ്. പേര് തന്നെ അഡീഷൻ റിയാക്ഷനാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാറ്റലിസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടുത്തെ കാറ്റലിസ്റ്റ് നിക്കലാണ്. അതായത് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ ടൈമിലൂടെ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് ഈ CH2 ഇതിന് മോളിക്കൂൾ നമുക്ക് എന്ത് ചെയ്താം? ഇങ്ങനെ എഴുതാൻ പറ്റില്ലോ. അതായത് ഒരു കാർബണും 2 ഹൈഡ്രജനാണ് വരുന്നത്. അത് CH2 ഡബിൾ ബോണ്ട്, അടുത്തത് ഒരു കാർബണും 2 ഹൈഡ്രജനും വന്നു. അടുത്തൊരു സെറ്റിൻ്റെ മുകളിൽ വന്നു. പ്ലസ് H2 ആണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മുകളിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉള്ളത് 2 ഹൈഡ്രജൻ നമുക്കറിയാം. 2 ഹൈഡ്രജൻ. ഈ 2 ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ നേരെ ഈ ഒരു കാർബണിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. അടുത്ത കാർബൺ എന്ത് ചെയ്യും? നേരെ ഈ ഒരു കാർബണിൻ്റെ അടുത്തേക്കും അടുത്ത ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഈ ഒരു കാർബണിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ ഈ രീതിയിൽ മാറും. അതായത് നേരത്തെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു കാർബണും അതിന് ചുറ്റും സറൗണ്ടിങ്സിൽ 2 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാണ്? ഈ ഒരു കാർബണിന് ചുറ്റും സറൗണ്ടിങ്സ് ആയിട്ട് 2 ഹൈഡ്രജനുണ്ട്. നേരത്തെ ഒരു ഡബിൾ ബോണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നൊരു ഹൈഡ്രജൻ ഇവിടേക്ക് ആഡായി. അടുത്തത് എന്ത് ചെയ്തു? വീണ്ടും ഒരു ഹൈഡ്രജൻ ഇവിടേക്കും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ബോണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 ഈ ഒരു ബോണ്ടിന് എന്താണ്? വാലൻസി കംപ്ലീറ്റഡ് ആണ്. അതായത് ഡബിൾ ബോണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ ഡബിൾ ബോണ്ട് എന്തായി മാറി? ഇവിടേക്ക് വന്നപ്പോൾ സിംഗിൾ ബോണ്ടായിട്ട് മാറി. അതിന് കാരണം എന്താണ്? 2 ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇതിനെയാണ് എന്താ പറയുക? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുക. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബൺ നേരെ സാച്ചുറേറ്റഡ് ഫോമിലേക്ക് കൺവേർട്ട് ആകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. CH3 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത വേറെ 2 പ്രോബ്ലംസ് നമുക്ക് ഇതിനോട് ഡിസ്കസ് ചെയ്യാം. വേറെ രീതിയിൽ മോളിക്യൂളിനെ എടുത്തു. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Cl2. ഇവിടെ H2വിന് പകരം Cl2 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക? സെയിം റിസൾട്ടാണ്. ഇവിടെ 2 ക്ലോറിനാണുള്ളത്. ഒരു ക്ലോറിൻ എന്ത് ചെയ്യും? നേരെ ഈ ഒരു കാർബൺ സൈഡിലേക്ക് മൂവ് ചെയ്യും. അടുത്ത ക്ലോറിൻ ഇവിടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക എങ്ങനെയാണ്? CH2 ഒരു ക്ലോറിൻ വന്നു, CH2Cl. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്തായാലും മാറും? ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇവിടെ എന്ത് ചെയ്തു? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ബോണ്ടായി മാറില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ പുതിയ ആളെ ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. CH2 അടുത്തത് Cl പ്ലസ് സിംഗിൾ ബോണ്ട് CH2Cl. ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു ബോണ്ടിൻ്റെ സ്ട്രക്ചർ മാറും. അടുത്ത വേറൊരു എക്സാമ്പിളാണ് CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. ഇവിടെ ആഡ് ചെയ്യുന്നതാണ് 2 ഡിഫറെൻറ്റ് മോളിക്യൂൾസാണ്. ഒരു ഹൈഡ്രജനുണ്ട്, ഒരു ക്ലോറിനുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? ഈ കാർബണിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇവിടേക്കാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇവിടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? ഇവിടെ CH2 ആണ്, ഒരു H കൂടി. അപ്പോൾ എന്തായാലും മാറും? CH3 ആണ്. ഇവിടെ CH2 ആയിരുന്നു, ഇതിലേക്ക് ഒരു Cl വന്നു. അപ്പോൾ അത് റിസൾട്ട് എന്താ കിട്ടുക? CH2Cl. അപ്പോൾ നമുക്ക് റിസൾട്ട് എഴുതി കൊടുക്കാം. നേരത്തെ CH2 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് അപ്പോൾ എന്താ കിട്ടും? CH3. ഡബിൾ ബോണ്ട് ആയിരുന്നു, ഇപ്പോൾ എത്തുമ്പോൾ എന്തായി മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. കാരണം 2 പേര് ആഡ് ചെയ്തു 2 സൈഡിലേക്ക് ആയിട്ട്. ഇനി റിസൾട്ട് എന്താ കിട്ടുക? അവിടെ CH2 അല്ലേ? ഈ CH2വിനകത്ത് ഈ Cl